മറയൂർ ശർക്കര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് മറയൂർ കാന്തല്ലൂർ പ്രദേശത്താണ് കേട്ടോ ഈ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വർഷം മുഴുവൻ കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശമാണ് മറയൂർ കാന്തല്ലൂർ പ്രദേശങ്ങൾ കേട്ടോ. ഏകദേശം 900ഓളം കർഷകരുണ്ടെന്നാണ് കേട്ടോ ഇവിടെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ അനവധി ശർക്കര നിർമ്മാണ യൂണിറ്റുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് ചെയ്യുന്നത് യന്ത്രസഹായത്തോടെ തന്നെയാണ്. അവർ കരിമ്പ് നീരെടുത്തിട്ട് അതിൻ്റെ തെളിനീരാണ് കേട്ടോ അവർ ഈ ശർക്കര ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കരിമ്പിൻ്റെ നീരെടുത്തിട്ട് അവർ ഒരു 1000 ലിറ്ററോളം കൊള്ളുന്ന ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് തിളപ്പിക്കാനായിട്ട് ചെയ്യുന്നത്. ഈ പാത്രത്തിന് കൊപ്ര എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ കരിമ്പ് പിഴിഞ്ഞെടുത്ത് വേസ്റ്റാണ് കേട്ടോ ഈ അടുപ്പ് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കൊപ്രയിലിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളത്തിൻ്റെ അംശം നന്നായി മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവർ മറ്റൊരു പാത്രത്തിലേക്ക്, ഒരു പരന്ന പാത്രത്തിലേക്ക് അത് പകർത്തി വയ്ക്കും. ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഉരുട്ടിയെടുത്താണ് കേട്ടോ ശർക്കര ഉണ്ടകൾ ഉണ്ടാക്കുന്നത്. മറയൂർ ശർക്കരയ്ക്ക് കടുത്ത തവിട്ട് നിറമാണ് കേട്ടുള്ളത്. മറ്റ് ശർക്കരകൾ പോലെ ബ്ലീച്ചിങ് നടത്താനായിട്ട് ഇവർ യാതൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഗുണനിലവാരം വളരെ കൂടുതലാണ്. മറ്റ് ശർക്കരയേക്കാൾ ഉപ്പിൻ്റെ അംശം കുറവും അതുപോലെ തന്നെ നല്ല മധുരമാണ് കേട്ടോ ഈ മറയൂർ ശർക്കരയ്ക്ക്. അതുപോലെ തന്നെ ഇരുമ്പ്, കാൽസ്യം തുടങ്ങിയവയുടെ അംശം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മറയൂർ ശർക്കരയ്ക്ക് അതിൻ്റേതായ പ്രത്യേകതയും ഗുണനിലവാരങ്ങളും നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും മറയൂർ പോകണവർ ഈ ശർക്കര നിർമ്മാണ യൂണിറ്റുകൾ കാണുകയും അതുപോലെ തന്നെ ശർക്കര വാങ്ങിച്ച് നമുക്ക് ഉപയോഗിച്ച് നോക്കുകയും ചെയ്യണം കേട്ടോ. അവർ ടെസ്റ്റിങ്ങിനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ശർക്കര നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുകയും ചെയ്യും കേട്ടോ.